ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ റിസർച്ച്, സാമൂഹിക ഗവേഷണത്തിനൊരു ആമുഖം എന്നുള്ള പേപ്പറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു അധ്യായം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് സോഷ്യൽ റിസർച്ച് എന്നുള്ളതാണ്. സാമൂഹിക ഗവേഷണത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഗവേഷണം എന്നുള്ളതാണ്. ഇപ്പോൾ ഗവേഷണം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിനായോ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരത്തിനായോ ഉള്ള ആസൂത്രിതമായ അന്വേഷണത്തെ നമുക്ക് ഗവേഷണമെന്ന് വിളിക്കാം. അത്യുത്സാഹത്തോടു കൂടി നടത്തുന്ന അന്വേഷണങ്ങളെയും പഠനങ്ങളെയാണ് നമ്മൾ ഗവേഷണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഡാറ്റയുടെ ആസൂത്രിതവും ചിട്ടയായതുമായ ശേഖരണം, അതിൻ്റെ വിശകലനം, വ്യാഖ്യാനം എന്നിവയിലൂടെ ഒരു പ്രശ്നത്തിന് വിശ്വസനീയമായ രീതിയിലുള്ള പരിഹാരത്തിലെത്തിച്ചേരുന്ന പ്രക്രിയയാണ് നമ്മൾ ഗവേഷണമെന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ നിലവിലുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ്. ചില സങ്കല്പങ്ങൾ, ചില ആശയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ചില തെറ്റിദ്ധാരണകൾ നീക്കുന്നതിനും അതിനെ കുറേ കൂടി വ്യക്തതയുള്ള ഒരാശയമാക്കി മാറ്റുന്നതിനും ഉള്ള ഒരു പ്രവർത്തനം കൂടിയാണ് എന്ന് പറയാം. അപ്പോൾ ഗവേഷണം എന്നുള്ള വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയും റിസർച്ച് എന്ന് പറയും. അപ്പോൾ റീ ആൻഡ് സെർച്ച് എന്നീ രണ്ട് പദങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് റിസർച്ച് അഥവാ ഗവേഷണം എന്നുള്ളത്. അപ്പോൾ റീസെർച്ച് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വീണ്ടും വീണ്ടുമുള്ള അന്വേഷണം എന്നാണ്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് തിരഞ്ഞു കണ്ടെത്തുന്ന പ്രക്രിയയാണെന്ന് പറയാം. അപ്പോൾ വീണ്ടും വീണ്ടുമുള്ള അന്വേഷണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ റിസർച്ച് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിലായാലും അതുപോലെ തന്നെ ശാസ്ത്ര വിഷയങ്ങളിലായാലും ധാരാളം ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കുന്നുണ്ട്. ഈ ഗവേഷണങ്ങളുടെയും പഠനങ്ങളുടെയും ഭാഗമായിട്ടാണ് ഒരു വിഷയം വളർന്ന് വികാസം പ്രാപിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഗവേഷണ പ്രവർത്തനത്തിൽ നമ്മൾ ഒരു പ്രത്യേക സാമൂഹിക പ്രതിഭാസത്തെ തിരഞ്ഞെടുക്കുന്നു, അതിനെ നിരീക്ഷണ വിധേയമാക്കുന്നു, തുടർ നിരീക്ഷണം നടത്തുന്നു, കിട്ടിയ ആശയങ്ങളെ ക്രോഡീകരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു വലിയ ഉത്സാഹത്തോടു കൂടി പുതിയ പുതിയ അറിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഗവേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗവേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ അഥവാ വിവരശേഖരണമാണ്. ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ശേഖരിച്ച വിവരങ്ങൾ അഥവാ ഡാറ്റകൾ ശാസ്ത്രീയമായ രീതിയിൽ വിശകലനം ചെയ്ത് ചില അനുമാനങ്ങളിലോ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളിലോ സാങ്കല്പിക സിദ്ധാന്തങ്ങളിലോ എത്തിച്ചേരുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഗവേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ശാസ്ത്രീയമായ ഗവേഷണത്തിനായാലും നമ്മൾ തിരഞ്ഞെടുത്ത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുകയും വസ്തുനിഷ്ഠമായ രീതിയിൽ പഠന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഗവേഷണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഗവേഷണത്തിനുള്ള നിർവചനങ്ങളാണ്. ഡിഫൈൻ റിസർച്ച് അഥവാ വാട്ട് ഈസ് റിസർച്ച്? ഗവേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന് സാമൂഹ്യശാസ്ത്രകാരന്മാർ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർവചനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് പിന്നെ നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് ചാമ്പ്യൻ എന്ന് പറയുന്ന സാമൂഹ്യശാസ്ത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ വേരിയബിളുകൾക്കിടയിൽ കാര്യകാരണം ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന യുക്തിപൂർവമുള്ള നിർദ്ദേശങ്ങളുടെ ചിട്ടയായ വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന അനുഭവ നിരീക്ഷണത്തിലൂടെ വിവരങ്ങൾ തേടുന്നതാണ് ശാസ്ത്രീയമായ ഗവേഷണം എന്നാണ് ബ്ലാക്ക് ആൻഡ് ചാമ്പ്യൻ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ അതായത് വേരിയബിളുകൾ അഥവാ വിവിധ തരത്തിലുള്ള ചരങ്ങൾക്കിടയിൽ അതിൻ്റെ കാര്യകാരണ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഗവേഷണം എന്ന് പറയുന്നത്. ആ ഗവേഷണത്തിൽ നമ്മൾ ചില ആശയങ്ങളിൽ എത്തിച്ചേർന്നതിന് വേണ്ടി യുക്തിപൂർവമുള്ള അന്വേഷണങ്ങളും പഠനങ്ങളുമാണ് പ്രധാനമായിട്ടും നടത്തുന്നത്. നമ്മുടെ അനുഭവത്തിലൂടെ അനുഭവസിദ്ധമായ രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് നടത്തുന്ന പഠനങ്ങളെയാണ് നമ്മൾ ശാസ്ത്രീയമായ ഗവേഷണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സാമൂഹ്യശാസ്ത്രകാരനായിട്ടുള്ള എമോറി അഭിപ്രായപ്പെടുന്നത് ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് രൂപകൽപ്പന ചെയ്യുകയും നിർവഹിക്കുകയും ചെയ്യുന്ന ഏതൊരു സംഘടിത അന്വേഷണവും ഗവേഷണമാണ് എന്നാണ്. അപ്പോൾ ഗവേഷണങ്ങൾ ആരംഭിക്കുന്നത് ഏതെങ്കിലും ഒരു പൊതുവായ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ്.
അപ്പോൾ അതിനാവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ഒരു റിസർച്ച് പ്ലാൻ ഡിസൈൻ നമ്മൾ തയ്യാറാക്കുന്നു. അങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം വസ്തുനിഷ്ഠമായ രീതിയിലുള്ള അന്വേഷണങ്ങളിലൂടെ നമ്മൾ നമ്മുടെ പ്രശ്നത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ ഗവേഷണമെന്ന് പറയുന്നത്. കെർലിംഗർ എന്ന് പറയുന്ന മറ്റൊരു സാമൂഹ്യശാസ്ത്രകാരൻ പറയുന്നത് പ്രകൃതി പ്രതിഭാസങ്ങൾക്കിടയിലെ സാങ്കല്പിക ബന്ധങ്ങളുടെ വ്യവസ്ഥാപിതവും നിയന്ത്രിതവും അനുഭവപരവുമായ വിമർശനാത്മകവുമായ അന്വേഷണമാണ് ഗവേഷണം എന്നാണ്. അപ്പോൾ പലതരത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ, സാമൂഹിക പ്രതിഭാസങ്ങൾ ഉണ്ട്. അപ്പോൾ അവയ്ക്കെല്ലാം സാങ്കല്പികമായ ചില ബന്ധങ്ങളുണ്ട്, അതിന് വ്യവസ്ഥാപിതമായ ചില നിയമങ്ങളും രീതികളുമുണ്ട്. അതിനെ നമ്മൾ അനുഭവസിദ്ധമായ രീതിയിലും വിമർശനാത്മകമായ രീതിയിലും അന്വേഷിച്ച് കണ്ടെത്തുന്നതിനാണ് ഗവേഷണമെന്ന് പറയുന്നത്. മറ്റൊരു അഭിപ്രായം പുതിയ അറിവ് നേടാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഗവേഷണം എന്നുള്ളതാണ്. പുതിയ പുതിയ അറിവുകൾ സമ്പാദിക്കണം എന്നുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ തീവ്രമായ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഗവേഷണത്തിന് പ്രേരണയാകുന്നത്. അപ്പോൾ പുതിയ അറിവ് നേടാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഗവേഷണമെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഗവേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഗവേഷണത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് പ്രധാനമായും ഈ ഗവേഷണം എന്താണ് ഗവേഷണം എന്നുള്ള നിർവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പ്രതിഭാസത്തെക്കുറിച്ചുള്ള ആസൂത്രിതവും വിമർശനാത്മകവുമായ അന്വേഷണമാണ് ഗവേഷണം എന്നുള്ളതാണ്. അപ്പോൾ അത് വിമർശനാത്മകമായ രീതിയിലുള്ള ഒരു അന്വേഷണമായിരിക്കണം എന്നുള്ളത് നിർബന്ധമുണ്ട്. അതുപോലെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഒരു പ്രതിഭാസത്തെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ഈ ഗവേഷണം ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല ഗവേഷണം ശാസ്ത്രീയമായ രീതികളാണ് പിന്തുടരുന്നത്. അത് പരീക്ഷണാത്മകമായ തെളിവുകളുടെയും നിരീക്ഷണാത്മകമായ അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഗവേഷണം പ്രപഞ്ച രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ മനുഷ്യന് എത്തിച്ചേരാവുന്ന അറിവിൻ്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ് ഈ ഗവേഷണം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് അറിവിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുന്നതിനോടൊപ്പം തന്നെ സാമാന്യവൽകൃതമായ പ്രസ്താവനകളെ ഊട്ടിയുറപ്പിക്കുന്നതിനും സാമാന്യ തത്വങ്ങൾ ഉണ്ടാക്കുന്നതിനും അടിസ്ഥാനമായി നിൽക്കുകയും ചെയ്യുന്നതും ഗവേഷണമാണ്. അപ്പോൾ അത് നിലനിൽക്കുന്ന വസ്തുതകളെയും സിദ്ധാന്തങ്ങളെയും വലിയ ഒരളവിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഒരാളുടെ അറിവും പ്രശ്നങ്ങളെയും സന്ദർഭങ്ങളെയും സമർത്ഥമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് മെച്ചപ്പെടുത്താനായിട്ടും ഗവേഷണം സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത പൊതു നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായ നടത്താനും ഈ ഗവേഷണങ്ങളെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ചരങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം വിശകലനം ചെയ്യുന്നതിനും അതിൻ്റെ കൊസേഷൻ അഥവാ കാര്യകാരണ ബന്ധങ്ങൾ വിശദീകരിക്കുന്നതിനും ഗവേഷണം നമ്മളെ സഹായിക്കുന്നു. ആത്യന്തികമായി ഒരു ഗവേഷണത്തിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. അതെന്താണ്? വിവിധ തരത്തിലുള്ള ചരങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം, അതിൻ്റെ കാര്യകാരണ ബന്ധങ്ങൾ, അതിൻ്റെ ഇഫക്റ്റ് പ്രത്യാഘാതങ്ങൾ, ഇതെല്ലാം വിശദീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ഗവേഷണത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തിലെ വ്യത്യസ്ത ഘടകങ്ങളുടെ ധർമ്മം, പ്രവർത്തനം, അതിൻ്റെ ഫലം എന്നിവ മനസ്സിലാക്കുന്നതിന് ഗവേഷണം ആവശ്യമാണ്. അപ്പോൾ പ്രശ്നപരിഹാരമാണ് ഗവേഷണത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. എല്ലാ വിഷയങ്ങളിലും ഇത്തരത്തിൽ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഗവേഷണങ്ങളാണ് വിഷയങ്ങളെ വളരാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഗവേഷണങ്ങളുടെ എണ്ണം കൂടുന്തോറും ഒരേ വിഷയത്തെ തന്നെ പറ്റിയുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളും രൂപം കൊള്ളുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപം കൊള്ളുന്നു. ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കൂടി ചേരുമ്പോഴാണ് ഒരു വിഷയം വളർന്ന് വികാസം പ്രാപിക്കുന്നത്. അപ്പോൾ അത് സോഷ്യോളജിയുടെ കാര്യത്തിലായാലും മറ്റ് സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളുടെ കാര്യത്തിലായാലും ഒരേപോലെ തന്നെയാണ്. ഇത്തരത്തിലാണ് ഓരോ വിഷയങ്ങളും വളർച്ച പ്രാപിക്കുന്നത്. അപ്പോൾ ഓരോ വിഷയങ്ങളും അതിൻ്റെ വികാസ അവസ്ഥയിൽ എത്തിച്ചേരാനായിട്ട് ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ ആവശ്യമാണ്.